شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, 30 രാവുകളിലെ 15ാമത്തെ രാവ് മഹാനായ ഇമാം അബൂ യഅല അൽ മൂസിലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദിലൂടെയാണ് ഇന്നത്തെ യാത്ര. അബൂ യഅല അൽ മൂസിലി ഏറെ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ എന്നതിനപ്പുറം അദ്ദേഹം ഹദീസ് ലോകത്തിന് സമ്മാനിച്ച മുസ്നദ്, സുന്ദരമായ മുസ്നദ്, ഏറ്റവും സുന്ദരമായ മുസ്നദ് എന്നാണ് ചില പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചത്. മുസ്നദ് എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങൾ ഇതിനോടകം നമുക്ക് ഒരു പക്ഷേ സുപരിചിതമായിട്ടുണ്ടാവാം, അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. എന്നാൽ ഇമാം അബൂ യഅല അൽ മൂസിലിയുടെ മുസ്നദാണ് ആണത്രേ ഏറ്റവും സുന്ദരമായ മുസ്നദ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ആരാണ് അബൂ യഅല അൽ മൂസിലി? ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിന്ന് നമ്മൾ ഇന്ന് എടുത്തുദ്ധരിക്കുന്നത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസും കൂടിയാണ്. അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇദ്ദേഹം അബൂ യഅല അൽ മൂസിലി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അൽ ഇമാം അൽ ഹാഫിദ് അൽ മുഹദ്ദിസ് അബൂ യഅല അഹ്മദ് ബിൻ അലി ബിൻ മുസന്ന ഇബ്നു യഹ്യ ബിൻ ഈസ ഇബ്നു ഹിലാൽ അൽ തമീമി അൽ മൂസിലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരായി തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേര്, പിതാമഹന്മാരുടെ പേര്, ഗോത്രം, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്, മറ്റ് അപരനാമങ്ങൾ ഒക്കെ ആ ഒറ്റ വരിയിൽ നമുക്കതിനെ കാണാൻ കഴിയും. അൽ മൂസിലി എന്ന് പറഞ്ഞ നാട് എവിടെ? മൂസിൽ എന്ന് പറയുന്നത് ഇറാഖിലെ അറിയപ്പെട്ട ഒരു പട്ടണമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്, മുഫ്തി അൽ മൂസിൽ, മുഹദ്ദിസുൽ മൂസിൽ, മൂസിലെ മുഹദ്ദിസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ ചില പണ്ഡിതന്മാർ കൊടുത്തത്. മുഹദ്ദിസുൽ മൂസിൽ, മൂസിലിലെ മഹാ ഹദീസ് പണ്ഡിതൻ എന്ന കീർത്തി. അദ്ദേഹം അൽ മൂസിൽ നേരത്തെ പറഞ്ഞ പോലെ ഇറാഖിലെ മൂസിൽ എന്ന സ്ഥലം ഹിജറ 220 എന്നും ഹിജറ 210 അദ്ദേഹം ജനിച്ചത് എന്നും പണ്ഡിതന്മാർക്ക്, ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. ഏകദേശം ആ 200കളുടെ തുടക്കങ്ങളിൽ അദ്ദേഹം അവിടെ ജനിച്ചു, മൂസിലിൽ ജനിച്ചു. വലിയ വിജ്ഞാന സമ്പന്നമായൊരു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാപ്പയും സഹോദരങ്ങളും ഒക്കെ മഹാപണ്ഡിതന്മാരായിരുന്നു. അവരുടെ പിതാമഹാന്മാർ ഒക്കെ അറിവിനോട് വല്ലാത്ത സ്നേഹമുള്ള ആളായിരുന്നു. നാട്ടിൽ വളർന്ന് നാട്ടിൽ തന്നെ അദ്ദേഹം ഹദീസ് പഠനത്തിലേക്ക് തിരിഞ്ഞിരുന്നു ചെറുപ്പത്തിൽ തന്നെ എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞു പോകുന്നുണ്ട്. നാട്ടിലെ മഹാപണ്ഡിതന്മാരിൽ നിന്ന് ഹദീസുകൾ കേട്ടു, ഹദീസുകൾ മനഃപ്പാടമാക്കി. അത് കഴിഞ്ഞ് കൂഫ, ബസറ തുടങ്ങി ബഗ്ദാദ് തുടങ്ങി ഇറാഖിലെ നാടുകളിലേക്ക്, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഷാമിൻ്റെ പല ദിക്കുകളിലേക്ക്, ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അദ്ദേഹം അറിവന്വേഷിച്ച് ഇറങ്ങി എന്നാണ്, അഥവാ ഹദീസ് പഠിക്കാനായിട്ട് യാത്രകൾ പോയി എന്നാണ്. 97 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചത്. അതിലെ ഭൂരിഭാഗം വർഷങ്ങളും അദ്ദേഹം ജീവിച്ചു തീർത്തത് ഹദീസ് പഠനത്തിനും ഈ ഹദീസ് പഠനത്തിൻ്റെ അധ്യാപനത്തിനും ഹദീസുകൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുന്ദരങ്ങളായ വർത്തമാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ അലി ഇബ്നുൽ മദീനിയെ പോലുള്ള മഹാപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അലി ഇബ്നുൽ മദീനി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിൻ്റെ ഒക്കെ ഉസ്താദ്, ഇമാം ബുഖാരിൻ്റെ ഒക്കെ പ്രധാന ഉസ്താദാണ് അലി ഇബ്നുൽ മദീനി. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് ഒരിക്കൽ പറയും. യഹ്യ ഇബ്നു മഈൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഹദീസ് നിദാന ശാസ്ത്രത്തിൽ തന്നെ നല്ല നിരൂപണ പ്രാവീണ്യമുള്ള, റാവിമാരെ സംബന്ധിച്ച് നിരൂപണം നടത്തുന്ന പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനാണ് മഹാനായ യഹ്യ ഇബ്നു മഈൻ. ഈ യഹ്യ ഇബ്നു മഈൻ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. യഹ്യ ഇബ്നു മഈൻ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അബൂബക്കർ ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഇബ്നു അബീ ശൈബ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. അതുപോലെ തന്നെ അബൂ ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. മഹാപണ്ഡിതന്മാരായ ഗുരുനാഥന്മാർ നിലകൊള്ളുമ്പോൾ തന്നെ ഈ പണ്ഡിതന് മഹാപണ്ഡിതന്മാരായ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇമാം നസായിയെ പോലെ. ഇമാം നസായി ആരാന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ. ഇബ്നു ഹിബ്ബാനും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവും ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാനിരിക്കുകയാണ്. മഹാഹദീസ് പണ്ഡിതൻ അല്ലെ, ഒരു സ്വഹീഹ് എന്ന ഗ്രന്ഥം രചിച്ച ആളാണ് ഇബ്നു ഹിബ്ബാൻ. അദ്ദേഹത്തിൻ്റെ സ്വഹീഹിനെ നമ്മളെടുത്ത് പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ അബു ഹാത്തിം ഇബ്നു ഹിബ്ബാൻ അൽ ഇസ്മാഈലി, അബൂബക്കർ അൽ മുഖരി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ
ശിഷ്യഗണങ്ങളിൽപ്പെട്ട പണ്ഡിത കേശരികളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അറിവിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഹദീസ് പഠനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ഒക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചു പോരുന്ന രീതിയിലായിരുന്നു. ഇദ്ദേഹം വിശ്വസ്തനാണ്, അദ്ദേഹം ഹാഫിളാണ് എന്നെല്ലാം ഇബ്നു ഹജർ അസ്ഖലാനിയും ഇമാം ദഹബിയും ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. അബു അലയുടെ അടുക്കൽ പോയി അദ്ദേഹത്തിൻ്റെ വിനയവും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യവും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നുവെന്ന് മഹാനായ അബു അംർ ഇബ്നു ഹംദാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഭയങ്കര വിനയമുള്ള മനുഷ്യനായിരുന്നു, ഭയങ്കര അറിവുള്ള ആളായിരുന്നു. അറിവിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വിനയം കൂടിപ്പോന്നിരുന്നു, ഭയങ്കര ഗാംഭീര്യ വക്കാറത്തും ഹൈബത്തുമുള്ള ആളായിരുന്നു എന്നാൽ സലഫു സ്വാലിഹുകളുടെ പാതക്കനുസരിച്ച്, സലഫി മൻഹജിനനുസരിച്ച്, സലഫു സ്വാലിഹുകളുടെ യഥാർത്ഥ മൻഹജിനനുസരിച്ച്, അഖീദക്കനുസരിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ വിശ്വാസത്തെ എടുത്തണിഞ്ഞ ആളായിരുന്നു ഇദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ മുസ്നദ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം മുസ്നദിലെ ഓരോ ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചത് ഓരോ സഹാബിക്ക് കീഴിലാണ് ഹദീസുകളെങ്കിലും അതിന് ചെറിയ ചെറിയ ബാബുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. ഓരോരോ തർജുമകൾ അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ നിവേദനങ്ങളെയൊക്കെ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചത് ആ സ്വഹാബത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്നേഹവും ഇഷ്ടവുമായിരുന്നു എന്നുള്ളത് അഹ്ലു സുന്നയുടെ ആളാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്വഹാബത്തിനെ മുഴുവൻ അംഗീകരിക്കുക എന്നുള്ളത് തന്നെ സുന്നികളുടെ വാദമാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ സ്വഹാബികളുടെ വരികൾ പോലും ലോകത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സുന്നിയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അടയാളമായി പണ്ഡിതന്മാർ എണ്ണിയത്. ഇദ്ദേഹത്തിൻ്റെ മുസ്നദുകൾക്കുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അത് സ്വഹാബിമാരുടെ പേരിനാൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് മുസ്നദുകൾ എന്ന് നമ്മൾ പറഞ്ഞു. അൽ മസാനീദ് എന്നാണ് അതിന് അറബിയിൽ പറയാം, ആ ഗ്രന്ഥങ്ങളുടെ മൊത്തത്തിലുള്ള ജമ്മ പറയാം. അബു യഅലയുടെ മുസ്നദിന് പ്രധാനമായും നമ്മൾ പറയുകയാണെങ്കിൽ അതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്, രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് മുസ്നദുൽ കബീർ എന്നും മുസ്നദ് സഗീർ എന്നും വേർതിരിക്കും ചില പണ്ഡിതന്മാർ. മുസ്നദുൽ കബീർ എന്ന് പറയുമ്പോൾ അൽ മുസ്നദുൽ കബീർ എന്നതുകൊണ്ട് ഉദ്ദേശം അതിൽ വിപുലമായ ഒരുപാട് ഹദീസുകൾ ചേർത്ത് വച്ചതാണ്. പക്ഷെ അതിൻ്റെ ഒരു പതിപ്പ് അതിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിന് അച്ചടിക്കപ്പെട്ടോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെ ഒരു ഗ്രന്ഥമായിട്ട് ഒരു മുസ്നദുൽ കബീറിനെ കിട്ടിയിട്ടില്ല. എന്നാൽ അൽ മുസ്നദ് സഗീർ എന്നാണ് പിൽക്കാലത്ത് അച്ചടിക്കപ്പെട്ടതും സമൂഹത്തിൽ അത് പ്രചാരത്തിലുള്ളതും. മുസ്നദ് എന്ന് കേൾക്കുമ്പോൾ അത് അധികവും അദ്ദേഹത്തിൻ്റെ അൽ മുസ്നദ് സഗീറിനെ സംബന്ധിച്ചുള്ള വാക്കാണ്, വർത്തമാനമാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. കാരണം നിലവിൽ പണ്ഡിതന്മാർക്കിടയിൽ കൂടുതൽ പ്രചാരണത്തിലുള്ളത് ഈ മുസ്നദ് സഗീറാണ്. അതാണ് നമുക്ക് പലപ്പോഴും അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡൗൺലോഡ് ചെയ്യാനും വായിക്കാനൊക്കെ സാധിക്കുന്നത്. പഴയ ലൈബ്രറികളിലൊക്കെ ഈ പുസ്തകങ്ങൾ കാണട്ടോ. മഹാപണ്ഡിതന്മാരുടെ ലൈബ്രറികളിലേക്ക് മദീനത്തെ പള്ളിയിൽ തന്നെ മക്തബത്തുൽ മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി കാണാം. അവിടെ പോയി നോക്കിയാൽ ഇതിൻ്റെയൊക്കെ നല്ല പതിപ്പുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഈ പറഞ്ഞ ആധികാരിക ഗ്രന്ഥങ്ങൾ നമ്മൾ വെറും പഴയ പൗരാണിക ഗ്രന്ഥങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ ഒരു പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആധുനിക പണ്ഡിതന്മാർ ശേഖരിച്ചു വെച്ച ഹദീസ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും ഹദീസ് പണ്ഡിതന്മാരെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു പോകും. ഇവിടെ മുസ്നദുകളെയും മുസന്നഫുകളെയും സഹീഹുകളെയും ഒക്കെ പറഞ്ഞു തീർക്കുക എന്നാണ് ആദ്യം നമ്മളിതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ മുസ്നദിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഹാബിമാരുടെ പേരിനനുസരിച്ചാണ്. വളരെ ലളിതമായി, വളരെ വ്യക്തമായി നല്ല സനദുകളിലൂടെയാണ്, ലളിതമായ സനദുകളിലൂടെയാണ് അദ്ദേഹം ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് മഹാപണ്ഡിതന്മാർ ഈ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് വല്ലാതെ വാചാലരായത് കാണാൻ കഴിയും. മുസ്നദുകളുടെ കൂട്ടത്തിൽ വളരെ സുന്ദരമായ മുസ്നദ് എന്ന് പറയാനുള്ള കാരണവും അതാണ്. കാരണം അബൂ യഅല അങ്ങനെയാണ് ഹദീസുകൾ അതിലെന്ത് ചെയ്തിട്ടുള്ളത്, ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ ആ സംഭവം എടുത്ത് പറയുന്നുണ്ട്. അബൂ യഅല അൽ മുസ്ലിം മരണപ്പെടുന്നത് ഹിജ്റ 307 ഒരു ശവ്വാൽ മാസത്തിലാണ് എന്ന് പറയുന്നു. എന്നാൽ ചില പണ്ഡിതന്മാർ അത് ഹിജ്റ 308 പറഞ്ഞത് കാണാം. ഏതായാലും അദ്ദേഹം മരിക്കുന്ന സമയത്ത് 97ഓളം വയസ്സുണ്ടായിരുന്നു എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി നിഗ്രഹിക്കുമാറാവട്ടെ. അതാണ് ഇമാം അബൂ യഅല അൽ മുസ്ലിയും അദ്ദേഹത്തിൻ്റെ മുസ്നദിനെയും സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ മുസ്നദിൽ നിന്ന് നമ്മളൊരു ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നു. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. ഈ ഹദീസ് ഈ മുസ്നദിൽ മാത്രമല്ല, വേറെയും കുറേ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ഇമാം തുർമുദിയും നസായിയും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം അബ്ദുർ റസാഖ് സനആനിയും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. പല ഹദീസ് ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹദീസ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന മഹാചന്ദ്രനെ നമ്മൾ കണ്ടവരാൻ, അതിൻ്റെ അത്ഭുതം നമ്മൾ പറഞ്ഞു വരാൻ, ഓരോ മാസത്തിൻ്റെയും പൗർണമി രാവിൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തെ ചന്ദ്രൻ, അതിൻ്റെ ഓരോ രൂപ വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ?
അത് ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു മാസം ഒരു നൂലുനാര് പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആകാശച്ചെരുവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പിളി ഹിലാൽ എന്ന് അപ്പോൾ പറയും. എന്നാൽ പൂർണ്ണചന്ദ്രനാകുമ്പോൾ ബദർ എന്ന് പറയും. അതിനൊക്കെ ഓരോ അറബി ഭാഷയിൽ അതിൻ്റെയൊക്കെ പ്രത്യേകതകളുണ്ട്. പക്ഷേ അതിനെ കാണുമ്പോൾ ഒരു വിശ്വാസി, ഒരു മാസം കാണുമ്പോൾ ഒരു വിശ്വാസി എന്താണ് പറയേണ്ടത്? ആകാശച്ചെരുവിൽ തെളിയുന്ന മാസം കാണുമ്പോൾ ഒരു വിശ്വാസി പറയേണ്ട വാക്കെന്താണ്? പ്രാർത്ഥന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പഠിപ്പിക്കുകയാണ് ആ ഒരു കാഴ്ചയിലൂടെ. ആ ഒരു ദൃശ്യം സംജാതമാകുമ്പോൾ, ആ ഒരു ദൃശ്യം പ്രകടമാകുമ്പോൾ ഒരു വിശ്വാസി പറയേണ്ട തൗഹീദിൻ്റെ വരികളെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തരാൻ. ആ ഹദീസാണ് ഇന്ന് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമ്മൾ ഉദ്ധരിക്കുന്നതും. ത്വൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന ഇദാ റഅ അൽ ഹിലാൽ, റസൂലുള്ളാഹി ഹിലാലിനെ കണ്ടാൽ, ഹിലാൽ എന്ന് പറഞ്ഞാൽ അമ്പിളി, വാനത്തെ കാണുന്ന അമ്പിളി, മാസപ്പിറവിയെ റസൂലുള്ളാഹി കണ്ടാൽ എന്താ പറയുക? ഖാല അല്ലാഹുമ്മ അഹില്ലഹു അലൈന, അള്ളാഹുവെ നീ അതിനെ ഞങ്ങളിൽ ഉദിപ്പിക്കണേ, ഹിലാലാക്കണേ. ഇങ്ങനത്തെ ബില്യും സമൃദ്ധിയാൽ, നല്ല സമൃദ്ധിയും ഐശ്വര്യം നിറയുന്ന ഒരു മാസാക്കിയിട്ട് അതിനെ തരണേ. ഇനി വരാൻ പോണ നാളുകൾ ജീവിതത്തിൽ യുമ്നുള്ളതാവണേ. വൽ ഈമാൻ, വിശ്വാസ നിർഭരമാവണേ. ഞങ്ങളുടെ ഈമാൻ പുതുക്കുകയും അത് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിൽ ഉള്ള നല്ലൊരു മാസക്കാലം. വസ്സലാമ, സമാധാനം, ഒരു സ്വസ്ഥതയും സുസ്ഥിരതയും സുരക്ഷിതത്വവും നിറയുന്ന, സമാധാനം നിറയുന്നൊരു മാസമാക്കി തരണേ. വൽ ഇസ്ലാം, ഇല്ലേ, എല്ലാത്തിനേക്കാളും നമുക്ക് വലുത് നമ്മുടെ ഇസ്ലാമാണ്. ദുനിയാവിനേക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഈമാനിനും ഇസ്ലാമിനുമാണ്. റബ്ബേ, ഇസ്ലാമിൽ നിലകൊള്ളുന്ന പാകത്തിൽ ഈ ഒരു മാസത്തെ ഞങ്ങൾക്ക് റബ്ബെ ഞങ്ങളെ മേൽ ഉദിപ്പിക്കണേ എന്നാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, റബ്ബി വ റബ്ബുക അല്ലാഹ്, എൻ്റെ റബ്ബും നിൻ്റെ റബ്ബും അള്ളാഹുവാൻ. ഈ ആകാശഭൂമികളിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാൻ. ആ അള്ളാഹുവാണ് ഇതിൻ്റെ എല്ലാം റബ്ബ്. അവനല്ലാതെ വേറൊരു റബ്ബില്ല, രക്ഷാധികാരിയില്ല, നിയന്താവില്ല, നിയന്ത്രിക്കുന്നവനില്ല എന്ന ഒരു വാക്കിനെ വിശ്വാസി ഓർക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബ്ദുല്ലാഹിബിന് മഹാന ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഇസ്ലാമിക സ്വഹാബികളുടെ പ്രമുഖരിൽ അറിയപ്പെട്ട ആളാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നിന്ന് തന്നെ വിധി എഴുതി അവർക്ക് സ്വർഗമാണ് എന്ന് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരാൾ, ആ ഒരു 10 പേര് അശറത്തുൽ മുബശ്ശിരീൻ, അല്ലേ, 10 ആൾക്കാരുണ്ട്. ആ 10 ഒരാളാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. നമ്മൾ ഇൻഷാ അല്ലാഹ് 10 ആൾക്കാരുടെ പേരുകൾ മുഴുവൻ, അവരുടെ ഹദീസുകൾ മുഴുവൻ റിവായത്ത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അവർക്കൊക്കെ ആ 10 ആളുകൾക്കും ഹദീസുകളുണ്ട്. നമ്മൾ പറഞ്ഞ മുസ്നദ് അബൂ യഅല അൽ മൂസിലിയുടെ ഗ്രന്ഥത്തിലെ പ്രത്യേകത സ്വഹാബികളുടെ പേരിലാണെന്ന് പറഞ്ഞില്ലേ. ആദ്യം അദ്ദേഹം ചേർത്ത് വച്ചത് അശറത്തുൽ മുബശ്ശിരീൻ്റെ പേരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുടെ റിവായത്തുകൾ ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ള 9 പേരെയും നമുക്ക് പറഞ്ഞു പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉഹുദ് യുദ്ധത്തിലെ അദ്ദേഹത്തിൻ്റെ ഭയങ്കര അസാമാന്യമായ ധീരതയെ സംബന്ധിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ കടന്നു വരുമ്പോൾ നബിക്ക് ചുറ്റിലും നിലകൊണ്ട, നബിയെ കവർ ചെയ്ത് നബിയെ സംരക്ഷിച്ച് നിലകൊണ്ട മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാരണത്താലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ കുറേ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ വന്ന പലരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിൽ വന്നതാണ്. അക്കൂട്ടത്തിൽ ഒരാളാണ് മഹാനായ ഖുറൈശികളിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന, വലിയ കച്ചവടക്കാരനായിരുന്നു, ഭയങ്കര വ്യാപാരിയായിരുന്നു. അങ്ങനെ വന്ന ആളാണ് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല. പക്ഷേ അവസാന കാലത്ത് സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കാണാം. സിറിയയിലും അതുപോലെ തന്നെ ബുസ്രയിലും അദ്ദേഹം കച്ചവടത്തിന് പോയ സമയത്ത് അവിടെയുള്ളൊരു പുരോഹിതനിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകന്റെ വരവിനെ സംബന്ധിച്ച് അദ്ദേഹം കേൾക്കുന്നത്. ഉടനെ മക്കയിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച 8 പേരിൽ ഒരാളെണ്ണുമ്പോൾ അതിൽ ത്വൽഹയുടെ പേര് നമുക്ക് എണ്ണാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഉഹുദ് യുദ്ധത്തിലെ ധീരത കാരണം ചില പണ്ഡിതന്മാർ ജീവിക്കുന്ന ഷഹീദ് അതാന്നാണ്. റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ കാണാം, ജീവിച്ചിരിക്കുന്നൊരു ഷഹീദ്, ജീവിച്ചിരിക്കുന്ന ശുഹദ, അതിലൊരാളാണ്. അതിൻ്റെ സംഭവവും പശ്ചാത്തലവും ഒക്കെ ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പുണ്ടോ, ശത്രുക്കളിലെ അമ്പ് ചെയ്യാൻ വേണ്ടി അമ്പ് കൊണ്ടിട്ടില്ല. നബിക്കെതിരെ അമ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നബിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ചെയ്തത്.
ഒരു അമ്പ് പോലും നബിയുടെ ദേഹത്ത് കൊള്ളാതെ ഒരു കവചമായി അദ്ദേഹം നിലകൊണ്ടു എന്നാണ് അതിലെ വരികൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൈ തളർന്നു പോയി. ഈ അമ്പ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈ തളർന്നു പോയി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 80-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ആ ഹദീസിൻ്റെ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം എടുത്ത് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു ഷഹീദിനെ നിങ്ങൾക്ക് കാണണോ, ദാ ത്വൽഹയിലേക്ക് നോക്കൂ എന്നാൻ. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ സ്വർഗം ഇതിനപ്പുറം വേറെന്തുവാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല നബിയുടെ ഏറ്റവും നല്ല പ്രവാചക അനുചരന്മാരിൽ ഒരാളായി അദ്ദേഹം നിലകൊണ്ടു. കിട്ടിയ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ധർമ്മം ചെയ്തു. വലിയ സമ്പന്നനായിരുന്നു, ആദ്യകാലങ്ങളിലൊക്കെ വലിയ സമ്പന്നനായിരുന്നു. പക്ഷേ അള്ളാഹിൻ്റെ മാർഗത്തിലായി ചിലവഴിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. ദീനിനും വേണ്ടി പരലോകത്ത് കിട്ടില്ല, ഈ പോണതൊക്കെ അവിടെ കിട്ടും, അവിടെ വാരാം എന്നുള്ള നിലയിൽ. കാരണം ഈ ചിലവാക്കേണ്ടത് മുഴുവൻ നാട്ടുകാർക്കോ അതല്ലെങ്കിൽ ഇത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലും ആ കൊടുക്കണം നമുക്ക് വേണ്ടിയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ അദ്ദേഹം അത് ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ത്വൽഹത്തുൽ ഫയ്യാൽ, ത്വൽഹത്തുൽ ഖൈർ, ഇതൊക്കെ അദ്ദേഹത്തിന് വന്ന പേരുകളായിരുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ കൊടുത്ത സഹാബത്ത് വിളിച്ചിരുന്ന പേരുകളാണ്. ഹിജ്റ 36 ജമൽ യുദ്ധ സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. ജമൽ യുദ്ധം നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു അല്ലേ? ഖുലഫാ റാഷിദുകളിൽ തന്നെ നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ കടന്നു വന്ന ഒരു വലിയ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ സങ്കടപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ, ചില സംഭവങ്ങൾ. ആ യുദ്ധത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. എന്നാൽ അവസാനമൊക്കെ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അയാൾ കുറേ ശ്രമിച്ചിരുന്നു, ത്വൽഹത്തുൽ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുക്കാതിരിക്കാൻ. പക്ഷേ മർവാൻ ഇബ്നു ഹക്കം എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഒക്കെ പേരുകാട്ട ആളാണ്, ഭരണാധികാരികളിൽ ഒരാളാണ് മർവാൻ ഇബ്നു ഹക്കം. ആ മർവാൻ ഇബ്നു ഹക്കമിൻ്റെ അമ്പേറ്റുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷാകവചമായി നിലകൊണ്ടിരുന്ന ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അന്ന് ആ അമ്പ് കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച വ്യക്തി ആരാണെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര സങ്കടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നിന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിന് മുന്നേ ഈ ഖുലഫാ റാഷിദുകളുടെ ചരിത്രം പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുത്തിയേറ്റ് പള്ളിയിൽ കിടക്കുന്ന സമയത്ത് അടുത്ത ഖലീഫ ആരാവണം എന്നുള്ളതിനൊരു കൂടിയാലോചന വെക്കണം. 8ഓളം ആളുകളെ ഒരുമിച്ചിരുത്തിയെന്നാണ് അടുത്ത ഖലീഫ ആരാന്ന് തീരുമാനിക്കാൻ. അക്കൂട്ടത്തിൽ ഒരാൾ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയാണ്. അഥവാ അത്രമേൽ സ്വഹാബികൾക്കിടയിൽ നല്ല പ്രാധാന്യമുള്ള സ്ഥാനമുള്ള ഒരാളായിരുന്നുവെന്ന് ആ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുന്ദരമായ ഏടുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്വാധീനിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി നമ്മുടെ ഉമ്മയായി നിലകൊണ്ട സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, സെയ്ദ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുപുത്രൻ വിവാഹമോചനം ചെയ്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ കൽപ്പനയാൽ വിവാഹം ചെയ്ത, പോറ്റുപുത്രന് ഒരിക്കലും മകൻ്റെ സ്ഥാനമില്ല എന്ന് അള്ളാഹു അറിയിക്കുന്ന, സൂറത്തുൽ അഹ്സാബിലെ പല സംഭവങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന സെയ്ദ് എന്നൊരു സ്വഹാബിയുടെ പേരാണ് ഖുർആനിൽ ആകെ വന്നിട്ടുള്ളത്. ആ ഒരു സംഭവം പറഞ്ഞെടുത്ത് അവരെ വിവാഹം ചെയ്തിരുന്നു. പിന്നീട് പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി നമ്മുടെ ഉമ്മയായി അള്ളാഹു സ്ഥാനക്കയറ്റം കൊടുത്ത സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത്ത് ജഹ്ഷ്, അവരുടെ സഹോദരിയായ ഹംനയായിരുന്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല വിവാഹം ചെയ്തതെന്നാണ്. ഹംന ബിൻത്ത് ജഹ്ഷിനെയാണ് പിന്നീട് ത്വൽഹ വിവാഹം ചെയ്തതെന്നാണ്. ഉമ്മു കുൽസൂം ബിൻത്ത് അബൂബക്കർ, അതായത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ പിന്നീട് ഇദ്ദേഹം വിവാഹം ചെയ്തതും കാണാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തിൻ്റെ പത്നിമാർ കുറേ 2-3 പത്നിമാരെ സംബന്ധിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിലൊക്കെ മക്കളുമുണ്ട്, നല്ല മക്കൾ. ഈ മക്കളെയും ഇവരെയുമല്ല നല്ല ദീനിയായ രൂപത്തിൽ മതപരമായ ശിക്ഷണവും മതപരമായ മര്യാദകളും പഠിപ്പിച്ചുകൊണ്ട് അറിവിനോട് ഇഷ്ടവും സ്നേഹവും തോന്നുന്ന വിധത്തിലാണ് ഇദ്ദേഹം വളർത്തിപ്പോകുന്നതെന്നാണ്. മക്കളെ പറ്റി പഠിക്കാൻ ഇസ്ഹാഖ് ഇബ്നു ത്വൽഹയെ സംബന്ധിച്ചും യാക്കൂബ് ഇബ്നു ത്വൽഹയെ സംബന്ധിച്ചും ഇസ്മായിൽ ഇബ്നു ത്വൽബയെ സംബന്ധിച്ചും ചരിത്രത്തിൽ നമുക്ക് കുറേ കാണാൻ കഴിയും. ആയിഷ ബിൻത്ത് ത്വൽഹ അദ്ദേഹത്തിൻ്റെ മോളാൻ. ഇവരൊക്കെ നല്ല അറിവിനോട് സ്നേഹമുള്ള രൂപത്തിൽ, നല്ല ബുദ്ധിയിൽ, നല്ല വിവേകത്തിൽ വളർത്തിപ്പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പിതാവെന്ന നിലക്കുള്ള ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മക്കളെ നല്ല രൂപത്തിൽ വളർത്താനുള്ള തൗഫീക്കും ചിന്തകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗം നമ്മൾ പറഞ്ഞു. അദ്ദേഹം ജമൽ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഹദീസിലേക്ക് കടന്നു വരാം. റസൂലുള്ളാഹി പറഞ്ഞ വാചകമാണ്, ഹിലാലിനെ നിങ്ങൾ കണ്ടാൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈന,
അള്ളാഹുവെ ഈ ഹിലാലിനെ ഞങ്ങളെ നീ ഉദിപ്പിക്കണേ, പ്രദർശിപ്പിക്കണേ, ഞങ്ങളെ മേലെ നീ അതിനെ വെളിവാക്കി തരണേ. അഹല്ല എന്ന വാക്കിൻ്റെ അർത്ഥം ഹിലാലാവുക, ദൃശ്യമാവുക എന്നാണ്. അതിനെ ദൃശ്യമാക്കി തരണം. എങ്ങനെ ദൃശ്യമാക്കി തരണം? ബിൽ യുംന്, യുംന് നിങ്ങളാണ്. യമൻ എന്ന രാജ്യം സമൃദ്ധിയുടെ നാടാണ് യമൻ. നബിയുടെ പ്രാർത്ഥനയാണ് യുംനാക്കി തരണേ. ആ യമനും വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? യമനും ഷാമിനും വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ അല്ലേ ഇന്നും പല പല പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെ സമൃദ്ധിയും നന്മകളും അള്ളാഹു നിറക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ഐശ്വര്യം നൽകുമാറാവട്ടെ. ഈ റമദാനിൽ പോലും നമ്മൾ പ്രാർത്ഥിച്ചത്, ഈ റമദാനിൽ മാത്രമല്ല എപ്പോൾ മാസം കണ്ടാലും ഇത് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ആഴം നോക്കി നിങ്ങൾ ജീവിതത്തിൽ സമൃദ്ധി തരണേ എന്നാണ്, ഐശ്വര്യം തരണേ. ഓരോ മാസം തെളിയുമ്പോൾ അല്ലേ കഴിഞ്ഞ് കിട്ടിയതിനേക്കാളും കൂടുതൽ ഇനിയും തരണേ എന്ന് റബ്ബിനോട് ചോദിച്ചു വാങ്ങുകയാണ് വിശ്വാസികൾ. റസൂല ചോദിച്ചു വാങ്ങും നന്മകളെ അല്ലെ, ബർക്കത്തിനെ. മക്കയെ വിട്ട് റസൂല മദീനയിലേക്ക് എത്തിയപ്പോൾ റസൂല പറഞ്ഞില്ല, അള്ളാഹുവെ ബാരിക് ഫി മുദ്ദിഹ വഫി സോഇഹ. മക്കയേക്കാളും റബ്ബെ മദീനയുടെ ഓരോ മുദ്ദിലും ഓരോ സോയിലും ഓരോ കൈക്കുമ്പിളിൽ വറുക്കുന്ന ധാന്യമണികളിലും അല്ലേ റബ്ബെ നീ എനിക്ക് ബർക്കത്ത് നൽകണമെന്ന്. മക്കയേക്കാളും ഇരട്ടി ബർക്കത്ത് മദീനയിൽ അനുഭവിച്ചറിയാം വിശ്വാസികൾക്കെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളെ നെഞ്ചോട് ചേർത്ത് വെച്ചോളൂ. അതിനെ എപ്പോഴും പ്രാർത്ഥനകളായി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോളൂ. ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും സമൃദ്ധിയും അള്ളാഹു നൽകുമെന്നാണ്. അത് ഹൈറാണെങ്കിൽ, നമുക്ക് നന്മയാകുമെങ്കിൽ ഇനി അതിനപ്പുറത്ത് കുന്നുകൂടിയ സമ്പത്ത് നൽകുക എന്നല്ല, ഒരു ഹൃദയ വിശാലത, ഒരു മാനസികമായ തൃപ്തി, ഗിനൻ നഫ്സ്, അതാണ് ഏറ്റവും വലിയ ധന്യത. സമ്പത്ത് പെരുകുന്നതിലല്ല ധന്യത, മാനസികമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു തൃപ്തിയുണ്ട്. ആ തൃപ്തിയെയാണ് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുന്നത്. ആ കനാഅത്ത്, സംതൃപ്തിയെയാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. ആ സമൃദ്ധിയെയും ആ ഐശ്വര്യത്തെയുമാണ് നമുക്കും മറ്റുള്ളവർക്കും ചുറ്റുപാടുള്ളവർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്ക് ഉപയോഗിക്കാനാണ് അള്ളാഹുവിനോട് അതിനെ ചോദിച്ചു വാങ്ങുന്നത്. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ യുംനി വൽ ഈമാൻ. ഈമാനും റബ്ബെ ഈ മാസം പുലരുമ്പോൾ ഈമാനെ അഴിച്ചു വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുതേ. നേരം പുലരുമ്പോൾ കാഫിറാകുന്നവൻ, രാത്രി ഉറങ്ങുമ്പോൾ മുസ്ലിമാണ് പക്ഷെ നേരം പുലരുമ്പോൾ കാഫിറാകുന്നവർ, നേരം പുലരുമ്പോൾ മുഅ്മിനാൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറാകുന്നവർ, ദീനിനെ ഭൗതികമായ ചരക്കുകൾക്ക് വേണ്ടി വിറ്റുകളയുന്ന ആളുകൾ പെരുകുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. തൻ്റെ ബുദ്ധിയിലിട്ട് ദീനിനെ അളക്കുമ്പോൾ, തൻ്റെ ഭൗതികമായ ചിന്തകളിൽ വെച്ച് മതപരമായി കാര്യങ്ങൾ അളക്കാൻ തുടങ്ങുമ്പോൾ പലരും യുക്തിവാദികളായി മാറുന്നു, പലരും തോന്നിവാസികളായി മാറുന്നു, ഇച്ഛാവാദികളായി ഇച്ഛയെ പിൻപറ്റുന്നവരായി മാറുന്നു. അവിടെയാണ് തൻ്റെ ഈമാനിൻ്റെ മാധുര്യത്തെ രുചിച്ചറിയുന്ന അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തോന്നുമാറ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, റസൂലിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസിയായി മാറാൻ അള്ളാഹിനോട് തേടുകയാണ്. അള്ളാഹുവെ ഈമാനിൻ്റെ മാസമാക്കി തരണേ, ഈമാനിൻ്റെ നാളുകളായി റബ്ബെ നീ ആ മാസത്തെ ഞങ്ങളിൽ ഉദിപ്പിക്കണേ. ഈമാൻ മാത്രമല്ല വസ്സലാമ, സമാധാനം വേണം, ഐശ്വര്യം വേണം അല്ലേ, സമാധാന സ്വസ്ഥത വേണം. ആലോചിച്ച് നോക്കി, ഒരു നിർഭയത്വമില്ലാത്ത നാടാണെങ്കിൽ രാത്രിയിൽ ഏതു നിമിഷവും ഭയപ്പാടോടുകൂടി കഴിയുന്ന ആളുകളെ കാണാം. പക്ഷേ അള്ളാഹുവിനോട് ചോദിക്കുക സലാമത്തിനെ, അള്ളാഹുവിനോട് ചോദിക്കുക രക്ഷയെ. വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്നതും അതാണ്, അസ്സലാമു അലൈക്ക്, അസ്സലാമു അലൈക്കും, സമാധാനം ഉണ്ടാവട്ടെ. സമാധാനം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒരു പിശുക്കുമില്ലാതെ അതിനെ വ്യാപിപ്പിക്കുമ്പോൾ മലക്കുകൾ പോലും ആമീൻ പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മാസം കാണുമ്പോൾ വിശ്വാസി ചോദിക്കണം പഠിച്ചവനോട്, റബ്ബേ സമാധാനം തരണേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സാമൂഹിക ജീവിതത്തിൽ, എൻ്റെ രാജ്യത്ത്. അള്ളാഹുവേ നീ എനിക്ക് സമാധാനം തരണേ എന്ന് ചോദിക്കുകയാണ്. അത് ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന റസൂല പറയണത്. സലാമത്ത് മാത്രമല്ലല്ലോ വൽ ഇസ്ലാം, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള ഇസ്ലാമിലെ കർമ്മങ്ങൾ, മറ്റത് ഈമാൻ ആത്മീയമായും അല്ലെ നമ്മൾ ശാരീരികമായും അനുഷ്ഠിക്കേണ്ട വിശ്വാസങ്ങളാണെങ്കിൽ തന്നെ മറ്റു നിർബന്ധമായ കർമ്മപരമായ കാര്യങ്ങളെ ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബെ അതിനെ മുഴുവൻ നിലനിർത്തുന്ന പാകത്തിൽ, എൻ്റെ ഇസ്ലാമിനെ റബ്ബെ അതിനെ മുറുകെ പിടിക്കാൻ പാകത്തിൽ ഈ ഒരു മാസത്തെ നീ ഉദിപ്പിച്ചു തരണേ. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ വഇസ്മതു അംരി, اللهم أصلح لي دنياي التي فيها معاشي، اللهم أصلح لي آخرتي التي فيها معادي، اللهم اجعل الحياة زيادة لي من كل خير واجعل الموت راحة لي من كل شر. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫളലിനെ ഉൾക്കൊണ്ട് ഇസ്ലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് നിലനിൽക്കാൻ പാകത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അതിന് പ്രവർത്തിച്ചും കഴിയേണ്ടവനാണ് ഒരു മുസ്ലിം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ആകാശത്തെ ഓരോ ചെരുവിൽ ഓരോ അമ്പിളി തെളിയുമ്പോഴും ഒരു വിശ്വാസി പറയണം, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല
അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അത് ആ വാക്ക് മാത്രം പോരല്ലോ. റബ്ബി വറബ്ബുക്കല്ല, എന്നെ പടച്ചതും അള്ളാഹുവാൻ. എന്നെ നിയന്ത്രിക്കുന്നതും എന്നെ അറിയുന്നതും എന്നെ കാണുന്നതും എന്നെ കേൾക്കുന്നതും ഈ ചന്ദ്രനെ പടച്ചതുപോലെ ഉള്ള ഏകനായ ഒരു റബ്ബാണ്. ആ റബ്ബല്ലാതെ വേറെ റബ്ബില്ല. ഈ ആകാശഭൂമികളെ പരിപാലിക്കുന്നതിൽ അള്ളാഹു ഏകനാണ്. അവൻ്റെ റുബൂബിയത്തിനെ പ്രഖ്യാപിക്കാൻ അവിടെ വേറൊരു പടപ്പില്ല അല്ലേ. ലോകം നിയന്ത്രിക്കുന്നത് മറ്റു പലരുമാണ് എന്ന് പലരും പറയുമ്പോഴും അള്ളാഹു മാത്രമാണ് ലോകം നിയന്ത്രിക്കുന്നവൻ. കാരണം അവനാണ് റബ്ബ്, അവനാണ് ഖാലിഖ്. ആ അള്ളാഹുവാണ് എനിക്ക് വേണ്ടി ഇതിന് മുഴുവൻ പടച്ചത്, എന്നെ പടച്ചത് ഞാനാകട്ടെ അവന് ഇബാദത്ത് ചെയ്യാനും വേണ്ടി എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ അള്ളാഹുവിനോടുള്ള പ്രഖ്യാപനമാണ് റബ്ബി വറബ്ബുക്ക. അള്ളാഹ് എൻ്റെ റബ്ബും നിന്റെ റബ്ബും അള്ളാഹുവാണ് എന്നൊരു പ്രഖ്യാപനം ഒരു വിശ്വാസി ഓരോ മാസം തെളിയുമ്പോഴും പറയണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.